നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്യാം, കസ്തൂർബ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കാർഡിയക് thoracic ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് കാർഡിയക് സർജനായി ജോലി ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബൈപ്പാസ് സർജറിയെ കുറിച്ചുള്ള കുറച്ച് തെറ്റിദ്ധാരണകളും അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള ഒരു ടോപ്പിക്കാണ്. ആദ്യത്തെ തെറ്റിദ്ധാരണ, അദ്ദേഹം കേട്ടുകേൾവി, ബൈപ്പാസ് ഓപ്പറേഷൻ ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആണെന്നും വളരെ റിസ്കി ആണെന്നും ആണ് ഒരു കേട്ടുകേൾവി. എന്നാൽ എന്താണ് വസ്തുത? ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം നടക്കുന്ന ഒരു ഓപ്പറേഷനാണ് ബൈപ്പാസ് സർജറി. മാത്രമല്ല, അതിന്റെ അപകട സാധ്യത വളരെ കുറവാണ്. 2% താഴെയാണ് അതിന്റെ അപകട സാധ്യത. 100 പേരിൽ ഓപ്പറേഷൻ ചെയ്താൽ 1-2 പേർക്ക് മാത്രമേ വല്ല കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അത്രയ്ക്കും സേഫ് ആണ് ഇന്ന് ബൈപ്പാസ് സർജറി. രണ്ടാമത്തെ കാര്യം, വളരെ വയസ്സായ ആൾക്കാരിൽ മാത്രമാണ് ബൈപ്പാസ് സർജറി ചെയ്യുന്ന എന്നൊരു കേട്ടുകേൾവി ഇതേപോലെ പ്രവചിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിതശൈലികൾ ഉള്ള വ്യതിയാനങ്ങൾ കാരണം, എക്സസൈസ് ഇല്ലാത്ത, വ്യായാമമില്ലായ്മ, അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഭക്ഷിക്കുന്നത് കൊണ്ടും ഈ വളരെ ചെറുപ്പക്കാർക്ക് വരെ ഈ ബ്ലോക്സ് വളരെയധികം മൾട്ടിപ്പിൾ ബ്ലോക്സ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്ത് ബൈപ്പാസ് സർജറി ചെറുപ്പക്കാർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്, വളരെയധികം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, രണ്ടാമത്തെ ഒരു സംശയം, വളരെ വയസ്സായി കഴിഞ്ഞാൽ ഈ സർജറിക്ക് സാധ്യമാണോ സർജറി ചെയ്യുന്ന എന്നൊരു ചോദ്യം കൂടി പലരിലും സംശയം ഉണർത്താറുണ്ട്. ഏജ് ഒരു വെറും നമ്പർ മാത്രമാണ്. നമ്മൾ പ്രായം ശരിക്കും പറയിച്ചാൽ നമ്മൾ ഒരിക്കലും കണക്കാക്കാറില്ല. ആ വ്യക്തിക്ക് സ്വന്തമായ ജോലികൾ, അതായത് വീട്ടിൽ സ്വന്തമായി കുളിക്കാനും വാഷ്റൂമിൽ പോകാനൊക്കെ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ സർജറിക്ക് വരാൻ അവർക്ക് യാതൊരു മടിയും ആവേണ്ട കാര്യമില്ല. കാരണം ഇന്ന് വയസ്സായ ആൾക്കാർ, 80 വയസ്സായ ആൾക്കാരും സർജറി ചെയ്ത് വളരെ സുഖമായി 4-ാമത്തെ 5-ാമത്തെ ദിവസം നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഒരു തെറ്റിദ്ധാരണ, വളരെ അധികം വേദനാജനകമാണ് ഈ ബൈപ്പാസ് സർജറി എന്ന്. അത് ഇന്നത്തെ പുതിയ ആധുനികമായ ചികിത്സാ ഫെസിലിറ്റീസ് കാരണം ഈ കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ, അതായത് ദ്രാവക രൂപത്തിലുള്ള ഔഷധം സിരകളിൽ കൂടി തുടർച്ചയായി ICUവിൽ കൊടുക്കുന്നത് കാരണം രോഗികൾക്ക് സാധാരണ വേദന, സർജറി കഴിഞ്ഞ ഉടനെയുള്ള വേദന അല്പം പോലും അറിയാറില്ല എന്നതാണ് സത്യം. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ മയക്കിയിട്ടാണ് രോഗികളെ കൊണ്ടുപോകുക. തിയേറ്ററിലാണെങ്കിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ അവർ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. അനസ്തീഷ്യ ഉണരുമ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള IV ഇൻഫ്യൂഷൻ വഴി വേദന കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ, ആദ്യത്തെ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇവർ നടന്നു തുടങ്ങുന്നതാണ്. ICU തന്നെ നടത്താറുണ്ട്. രണ്ടാമത്തെ ദിവസം തന്നെ ഇവരെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് വേദനയുടെ കാര്യം. പിന്നെ റിക്കവറി, അതായത് ഓപ്പറേഷന് കഴിഞ്ഞാൽ എത്ര കാലം റെസ്റ്റ് എടുക്കണം എന്നൊരു ചോദ്യവും പലരും ചോദിക്കാറുണ്ട്. മറ്റു ഓപ്പറേഷൻസിനെ അപേക്ഷിച്ച് ബൈപ്പാസ് സർജറി കഴിഞ്ഞാൽ 10-12 ദിവസത്തിനുള്ളിൽ തന്നെ ജോലിക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. അതായത് ഡെസ്ക് ജോബ്, പലരും കടയിൽ ഇരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഓഫീസ് ജോബ് ഡെസ്കിലിരിക്കുന്ന ആൾക്കാരും ആവുന്നവർക്ക് 10-12 ദിവസം തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. പിന്നെ വളരെ അധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി, അതായത് അമിത ഭാരങ്ങൾ എടുക്കുന്ന മാനുവൽ ലേബറേഴ്സിനെ പോലെ ചുമട്ട് തൊഴിലാളിക്കാർ, അവർക്കൊക്കെ 2 മാസത്തിനകത്ത് തന്നെ ഈ ഓപ്പറേഷന് ശേഷം തികച്ചും ആരോഗ്യം വീണ്ടെടുത്ത് ഈ ജോലികളെല്ലാം പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില തെറ്റിദ്ധാരണകൾ മാറ്റാനായിരുന്നു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തെറ്റിദ്ധാരണകൾ അകറ്റാൻ ഇത് കാരണം സഹായിച്ചു എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.